ഹലോ, ചൂരക്കറി ഉണ്ടാക്കി നോക്കിയാലോ? വരൂ ഗൈസ്. അതിന് വേണ്ട കറിവേപ്പില, കുഞ്ഞുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ആണേ. ഇതെല്ലാം തയ്യാറാക്കി വെച്ചതിന് ശേഷം പിന്നെ ചെറിയ ഉള്ളി കുനുകുന അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചു. പിന്നെ അവിടെ പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചട്ടി വെച്ച് ചൂടായി കഴിയുമ്പോഴേക്കും എപ്പോഴത്തെ പോലെ നമ്മൾ എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി വരുന്നിടം വരെ വെയിറ്റ് ചെയ്ത് കടുകിട്ടു. ശേഷം ഉലുവ പൊട്ടിക്കുന്നുണ്ട്. എപ്പോഴും വിചാരിക്കും ചട്ടിയിൽ കടുക് പൊട്ടിക്കല്ലേ, ചട്ടി പൊട്ടിപ്പോകുന്നു. പക്ഷെ മറന്നു പോകും ഗൈസ്. ഇങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടു. പിന്നെ നമ്മുടെ കുഞ്ഞുള്ളി കുനുകുന അരിഞ്ഞതും ഇട്ടു. നന്നായി മൂക്കണം. അതൊരു ഒരു കളറാകുമ്പോഴേക്കും നമ്മൾ കരിഞ്ഞു പോകരുത്. കറിവേപ്പില ഇടണം. കറിവേപ്പില ഇട്ട് നന്നായി മിക്സ് ചെയ്ത് മഞ്ഞൾപ്പൊടി ഇട്ടു. ശേഷം കുറച്ച് മല്ലിപ്പൊടി ഇടാതിരിക്കുന്നതാണ് നല്ലത്. മീൻകറി ഒരു 3-4 ദിവസം വരെ ഇരിക്കും. പിന്നെ മുളക് പൊടി ഇട്ടു. മുളക് പൊടി നല്ല ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ ഇങ്ങനെ വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്ത് വെള്ളം കുറേശ്ശെ ഒഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് കൂടും കേട്ടോ ഗൈസ്. ഇങ്ങനെ നല്ല ചെറുതായിട്ട് മിക്സ് ചെയ്ത് ഒറ്റയടിക്ക് വെള്ളം കമത്തരുത്. പിന്നെ പുളി ഇടുക. പിന്നെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ ഇട്ടു. നന്നായി തിളച്ച് വരണം. നമ്മുടെ മീൻകറിയല്ല, അത് ഗ്രേവിയെല്ലാം തിളച്ചു. ശേഷം മീനിട്ടു. ഇനി മീനിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് സെറ്റാക്കി വെക്കുക. തിളയ്ക്കുന്നതിന് വരെ വെയിറ്റ് ചെയ്യാം. ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. സൈഡിൽ മീൻ വറുക്കാനും വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് കാണിച്ചത്. അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ തിളച്ചു സെറ്റായി. നല്ല മണം വരുന്നുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ അങ്ങനെ കറിയൊക്കെ തിളച്ചു. എല്ലാം റെഡിയായി ഇങ്ങനെ വരുന്നുണ്ട്. എല്ലാം സെറ്റായി. നമ്മുടെ കറി ഇതാ റെഡി. വാവ്. ചൂട് ചോറിൻ്റെ മുകളിൽ കുറച്ച് ചാറൊക്കെ ഒഴിച്ച് ഇങ്ങനെ കഴിക്കണം. അപ്പോൾ ഇത്രയുള്ളൂ. ടാറ്റ, ബൈ ബൈ.